Chapter 11, Three-Dimensional Geometry. അടുത്ത സെക്ഷൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഈ ചാപ്റ്ററിൽ കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആ ഇക്വേഷൻസിലെ ഓരോ നൊട്ടേഷനും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇക്വേഷൻസ് നല്ലതുപോലെ പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. പിന്നെ അതിന്റെ ആ തന്നിരിക്കുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ആ നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി അങ്ങനെയുള്ള ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ ചാപ്റ്ററിൽ. ഫസ്റ്റ് വൺ, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. സ്പേസിലുള്ള 2 ഡയമെൻഷനിൽ ഉള്ള ഇക്വേഷൻ ഓഫ് എ ലൈൻ പല രീതികളിലുള്ളതും പഠിച്ചതാണ്. ഇവിടെ സ്പേസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ജോമെട്രി, 3Dയിലെ ലൈനിന്റെ ഇക്വേഷൻ. അത് നമ്മൾ 2 രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത്, the line passes through fixed point and parallel to a given vector. നമുക്കൊരു ലൈൻ തരും, ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ലൈനിനകത്തുള്ള ഡേറ്റാസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോയിന്റിൽ കൂടി ആ ലൈൻ പാസ് ചെയ്യുന്നു ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്ടർ, വേറൊരു വെക്ടറിന് പാരലൽ ആയിട്ട് ഈ ലൈൻ കിടക്കുന്നത്. അങ്ങനെയുള്ള ഡേറ്റാസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ ആ ഇക്വേഷൻ എഴുതാം? The line passes through a fixed point, ഒരു പോയിന്റ് ഉണ്ടാകും, ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്ടർ, ഒരു വെക്ടർ അതിന് പാരലൽ ആയിട്ട് ഉണ്ടാകും. അപ്പൊ ഇത് 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ലൈനിന്റെ ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അതുപോലെ വേറൊരു രണ്ടാമത്തെ രീതി കൂടിയുണ്ട്. രണ്ടാമത്തത്, the line passes through 2 fixed points. അതായത് ലൈനിലെ 2 പോയിന്റ്സ് നമുക്ക് തന്നിരുന്നാൽ എങ്ങനെ എഴുതാം, ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ സെക്ഷനിൽ നോക്കുന്നത്. നമുക്ക് ഓരോന്നായി ചെക്ക് ചെയ്ത് നോക്കാം. The line passes through a fixed point and parallel to a given vector. അതായത് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ലൈനിനകത്ത് പാസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് പോയിന്റ്, അത് പാസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട്. അതായത് ആ ലൈനിനകത്ത് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതുപോലെ ആ ലൈൻ പാരലൽ ആണ് വേറൊരു വെക്ടറിന്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ, കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ. പേര് കൊടുക്കാം ലൈൻ എൽ. ഈ എൽ എന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഡേറ്റാസ് പറഞ്ഞു, ദ ഫിക്സഡ് പോയിന്റിനകത്ത് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. പോയിന്റ് എ, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റ് അതിനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഇത് പാരലലായി വരുന്ന വേറൊരു വെക്ടറും തന്നിട്ടുണ്ട്. ഈ ലൈനിന് പാരലലായി വരുന്ന മറ്റൊരു വെക്ടർ. ആ വെക്ടറിന് നമുക്കൊരു സ്മോൾ ബി എന്ന് പേര് കൊടുക്കാം. ബിയുടെ മുകളിൽ വെക്ടർ സിമ്പൽ കൊടുക്കണം. ഈ ലൈനിന് പാരലലായി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഇക്വേഷൻ, നമ്മളൊരു ലൈനിന്റെ ഇക്വേഷൻ 2Dയിൽ പഠിച്ചതാണ്. 2 ഡയമെൻഷനിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ നമുക്ക് അവരിങ്ങനെ പറയുന്നത്, ഒരു ലൈനിന്റെ ഇക്വേഷൻ പറയുന്നത് ജനറൽ ഫോം എന്ന് പറയുന്നത് ax പ്ലസ് by അല്ലെ, ax പ്ലസ് by is equal to a constant c. അപ്പൊ ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത്. അല്ലെങ്കിൽ ay പ്ലസ് ax പ്ലസ് by പ്ലസ് c is equal to 0. ഇങ്ങനെയായിരുന്നു ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ പഠിച്ചത്. ഈ എക്സും വൈയും എന്താണ്? ആ എക്സും വൈ എന്നുള്ള പോയിന്റ് ഇത് എവിടെ ഇട്ട് കൊടുത്താലും അത് സാറ്റിസ്ഫൈ ആണ് അല്ലെ. ഈ ലൈനിലെ ഏതൊരു പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പോയിന്റുകളാണ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ആർബിട്രറി ആയിട്ടൊരു എക്സ് വൈ എന്ന പോയിന്റ് പി എടുത്തിട്ടായിരുന്നു ഈ ax പ്ലസ് by പ്ലസ് c ചെയ്തത്. ഓക്കെ, അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയും അതുപോലെ ഒരു ആർബിട്രറി പോയിന്റ് എടുക്കണം. ആർബിട്രറി പോയിന്റ് നമ്മൾ പറയുന്നത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്. നേരത്തെ എക്സ് വൈ എന്നെടുത്തതുപോലെ പി എന്ന പോയിന്റ് pxyz എന്ന് പറയുന്ന കോർഡിനേറ്റ്, 3D ആണല്ലോ ഇവിടെ. അപ്പൊ xyz എന്നുള്ള കോർഡിനേറ്റ് ഉള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ. അപ്പൊ ആ കോർഡിനേറ്റ് ഇപ്പൊ മാർക്ക് ചെയ്യുന്നില്ല, മനസ്സിലാക്കി വെക്കുക. xyz 3 കോർഡിനേറ്റ് ഉണ്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിന്. ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ xyz എന്ന കോർഡിനേറ്റ് പറയുന്നതിന് മുൻപ് നമുക്ക് ഇതിന്റെ പൊസിഷൻ വെക്ടർ പി, ഒ പി എന്നുള്ള വെക്ടർ ആണ് പിയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലും അതുപോലെ ഈ 3Dയിലെ ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പൊസിഷൻ വെക്ടർ എന്നൊരു ടേം. ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും ആ പോയിന്റ് വരെയുള്ള വെക്ടറിനെയാണ് വിളിക്കുന്നത് പൊസിഷൻ വെക്ടർ. ആ പൊസിഷൻ വെക്ടർ r ആണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് വൈ എന്ന ആർബിട്രറി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ വെക്ടർ ആർ നിൽക്കുന്നത്. അതായത് പി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ആറും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇക്വേഷൻ ഓഫ് ദ ലൈൻ ചോദിക്കുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. ആർ ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ് ഇൻ ദ ലൈൻ. ആർ ഇസ് ഈക്വൽ ടു
എ പ്ലസ് ലാംഡ ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഏത് ഇക്വേഷൻ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ആർ മനസ്സിലായി. ആർ ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ് ഇൻ ദ ലൈൻ. ഓക്കെ, അപ്പം ആർ മനസ്സിലായി. ഇനി വെക്ടർ എ, ഇവിടെ ഒരു എ ഉണ്ട്, എക്കൊരു വെക്ടർ ഉണ്ട്, വെക്ടർ ആണ് എ. അതുപോലെ അതവിടെ നിൽക്കട്ടെ. ലാംഡ ഈസ് എനി സ്കെയിലർ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ലാംഡ ആയിട്ട് തന്നെ ഇട്ടങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസിലുള്ള ജോലി. ഇക്വേഷൻസ് കാണാതെ പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബി എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് മനസ്സിലായി. ഈ ഏത് ലൈനിന് ഇക്വേഷൻ ആണോ പാരലായിട്ട് ഇക്വേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിന് പാരലായി വരുന്ന ഒരു വെക്ടർ ആണ് ബി. ഇനി എ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റ് തരുമെന്ന് പറഞ്ഞു അല്ലെ? ആ ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്മോൾ എ എന്ന് വിളിക്കുന്നത്. വെക്ടർ എ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇക്വേഷൻ ഇതാണ്. ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. അതുപോലെ ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ. അത് എഴുതണം. ആർ ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ്, ആർബിട്രറി പോയിന്റ് എന്നും പറയാം, എനി പോയിന്റ് ഓഫ് ദ ലൈൻ എൽ. എല്ലിലെ ഏതൊരു പോയിന്റ് എടുത്താലും, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ് വൈ എന്ന പോയിന്റ്, ഇവിടെ എക്സ് വൈ സെഡ് ആണ്, അങ്ങനെയുള്ള പോയിന്റിന് എടുത്താൽ ആർ ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ് ഓഫ് ദ ലൈൻ. ഇനി വെക്ടർ എ എന്ന് പറഞ്ഞാലോ, സ്മോൾ വെക്ടർ എ ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ ഫിക്സഡ് പോയിന്റ്. നമുക്കൊരു ഫിക്സഡ് പോയിന്റ് തരുമെന്ന് പറഞ്ഞു, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ അറിയാം, പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ അറിയാം. ഒരു പോയിന്റ് തന്നിരിക്കുകയാണ് 2, 3, -2. ഈ ഒരു പോയിന്റ് തന്നിരിക്കുകയാണ്. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ പറയൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 2i + 3j - 2k അല്ലെ? പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല, ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ മതി. അപ്പൊ ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് സ്മോൾ എ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് എന്താണ്? ലാംഡ. ലാംഡ ഈസ് എ സ്കെയിലർ ആൻഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു ബി. വെക്ടർ ബി എന്താണെന്ന് പറഞ്ഞു? ഇറ്റ്സ് എ പാരലൽ വെക്ടർ. അപ്പൊ രണ്ട് ഡേറ്റാസ് ആണ് നമുക്ക് ഉള്ളത്. പാരലൽ വെക്ടർ ടു ദ ലൈൻ എൽ. രണ്ട് ഡേറ്റാസ് എന്തൊക്കെയാണ്? ഫിക്സഡ് പോയിന്റും പാരലൽ വെക്ടറും. ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ സ്മോൾ എയും പാരലൽ വെക്ടർ ബിയും ആണെങ്കിൽ ആർ ഇസ് എനി പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി, വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ സ്പേസ്, ഫസ്റ്റ് വൺ. അപ്പൊ ഇത് നമുക്ക് വെക്ടറിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇതിനെ വെക്ടർ ഫോം എന്ന് വിളിക്കാം. ഒന്നാമത്തത് ഈ 1 എന്ന് എഴുതി ഹെഡിങ് എഴുതിയതിനു ശേഷം എ പാർട്ടായിട്ട് വെക്ടർ ഫോം ആണ് നമ്മളിപ്പം ഇത്രയും നേരം എഴുതിയത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ കാർട്ടീഷ്യൻ ഫോം ഉണ്ട്. കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് വൈ ഇസഡ് എന്ന കോർഡിനേറ്റ് ഫോം. കോർഡിനേറ്റ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ അത് എങ്ങനെയാണ് എഴുതേണ്ടത്? അതും ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. കോർഡിനേറ്റ് ഫോം കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ്. ഈ കോർഡിനേറ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയാം. കാർട്ടീഷ്യൻ ഫോം കൂടി എഴുതി നോക്കാം. ഇതേ കേസിൽ തന്നെ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, ഒരു പാരലൽ വെക്ടർ ഉണ്ട്. ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആണ് നമ്മുടെ വെക്ടർ ഫോം. എ പ്ലസ് ലാംഡ ബി. അത് എയും ബിയും ഒക്കെ ആറും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനെ നമുക്കൊന്ന് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റാം, അതായത് കമ്പോണന്റ് ഫോമിലേക്ക് മാറ്റാം. നമ്മൾ പറഞ്ഞു ആർ എന്ന് പറയുന്നത് ഏതൊരു പോയിന്റിന്റെയും പൊസിഷൻ വെക്ടർ ആണ്. ആ ഏതൊരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ ആർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk ആയിരിക്കും. അതുപോലെ എ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണെന്ന് പറഞ്ഞു. ആ ഫിക്സഡ് പോയിന്റിനെ നമുക്ക് x1 y1 z1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? a is equal to x1i പ്ലസ് y1j പ്ലസ് z1k ആയിരിക്കും. ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പോണന്റ് ഫോമിലേക്ക് അതിന്റെ പൊസിഷൻ വെക്ടർ എഴുതാൻ വളരെ എളുപ്പമാണ് അല്ലെ? 1 2 3 എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 1i പ്ലസ് 2j പ്ലസ് 3k ആയിരിക്കും. ലാംഡ സ്കെയിലർ ആണ്. ബി എന്ന് പറയുന്നത് പാരലൽ വെക്ടർ ആണ്. ആ പാരലൽ വെക്ടറിനെ നമ്മൾ കമ്പോണന്റ് ഫോമിൽ എഴുതുന്നു. ai പ്ലസ് bj പ്ലസ് ck. a b c are the scalar components of the vector. This vector parallel vector. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? x മൈനസ് x1 ബൈ a
is equal to y minus y1 by b is equal to z minus z1 by c. ഇതാണ് Cartesian form of a line, equation of the line when one fixed point and parallel vector is given. അപ്പൊ ഇത് പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമുക്കങ്ങ് എഴുതിയിട്ടാൽ മതി. കാര്യം z1ന് സിക്ക് ഒക്കെ വാല്യൂസ് കൊടുത്താൽ മതി. വാല്യൂസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതേപോലെ 2 ഈക്വൽ ടു സൈനും ഒക്കെ ഇട്ട് ആ പ്രോബ്ലത്തിൽ അതേപോലെ എഴുതിയിരുന്നാൽ മതി. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഈ ഒരു ഫോമിൽ കിട്ടുമ്പം നമുക്ക് മനസ്സിലാവണം x1 y1 z1 എന്ന് പറയുന്നത് ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അതുപോലെ താഴെയുള്ള ABC എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ പാരലൽ വെക്ടർ ആണ് എന്നൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ കാണുമ്പോഴേ മനസ്സിലാവണം. ഓക്കെ, അപ്പൊ കാർട്ടീഷ്യൻ ഫോമിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെക്ടർ ഫോം ആദ്യം എഴുതി വെക്കുക. ദെൻ if r is equal to ആ ഫോമിൽ കമ്പോണന്റ് ഫോമിലോട്ട് നമ്മൾ മാറ്റിയതിനു ശേഷം ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ കാർട്ടീഷ്യൻ ഫോം ഈസ് ഈ ബോക്സിലുള്ളതും പഠിച്ചു വെക്കുക. രണ്ടാമത്തത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഫിക്സഡ് പോയിന്റ്സ്. രണ്ട് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയും നമുക്ക് വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും പഠിക്കാനുണ്ട്. അപ്പൊ എ പാർട്ടായിട്ട് എഴുതാം. ഫസ്റ്റ് വൺ വെക്ടർ ഫോം. വെക്ടർ ഫോം നമ്മൾ അതിന്റെ പടം വരച്ച് നോക്കാം. സ്ട്രൈറ്റ് ലൈനിലെ രണ്ട് ഫിക്സഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ ഒരു ആർബിട്രറി പോയിന്റും ഉണ്ട് അല്ലെ, പി ഈസ് ആർബിട്രറി പോയിന്റ് ആണ്. അപ്പൊ ഇക്വേഷൻ അവിടെ വരുന്നത് r is equal to വെക്ടർ r is equal to a plus lambda into b minus a. അപ്പൊ ഈ r എന്ന വെക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പൊസിഷൻ വെക്ടർ ആണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ പൊസിഷൻ വെക്ടർ ഒന്ന് വരച്ചു നോക്കാം. ഒരു പോയിന്റിൽ നിന്നുള്ള പൊസിഷൻ വെക്ടർ, പിയുടെ പൊസിഷൻ വെക്ടർ. ഓക്കെ, ഒറിജിനിൽ നിന്നുള്ള പി വരെയുള്ള വെക്ടറിനെയാണ് r എന്ന് വിളിക്കുന്നത്, വെക്ടർ r. ഇനി a എന്താണ്? a ഒരു ഫിക്സഡ് പോയിന്റ്. നമ്മൾ നേരത്തെ കേസിൽ ക്യാപിറ്റൽ എയുടെ പൊസിഷൻ വെക്ടർ ആണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്, ക്യാപിറ്റൽ എയുടെ പൊസിഷൻ വെക്ടർ ആണ് സ്മോൾ a എന്ന് പറയുന്നത്. സ്മോൾ a മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ബി എന്തായിരിക്കും? ഈ ബി എന്ന രണ്ടാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിനെയാണ് സ്മോൾ ബി എന്ന് വിളിക്കുന്നത്. സ്മോൾ ബി. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എയും ബിയും രണ്ട് പോയിന്റ്സ്, ക്യാപിറ്റൽ എയും ബിയും രണ്ട് ഫിക്സഡ് പോയിന്റ് ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് സ്മോൾ എയും സ്മോൾ ബിയും എങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: r is equal to a plus lambda into b minus a. പിന്നെ ഓരോന്ന് കാര്യങ്ങൾ എഴുതാം. r is the position vector of the arbitrary point capital P, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ. അതുപോലെ small a is the position vector of the fixed point capital A and b is the പൊസിഷൻ വെക്ടർ ഓഫ് ദ ഫിക്സഡ് പോയിന്റ്, സെക്കൻഡ് ഫിക്സഡ് പോയിന്റ് ക്യാപിറ്റൽ ബി എന്ന് നമുക്ക് താഴോട്ട് എഴുതി വെക്കാം. ഇനി അടുത്ത കാർട്ടീഷ്യൻ ഫോം ആണ്. കാർട്ടീഷ്യൻ ഫോമിൽ ഇത് ഓരോന്നും നമുക്ക് കമ്പോണന്റ് ഫോമിലേക്ക് മാറ്റണം അല്ലെ. r എന്തായിരിക്കും? r ഒബ്വിയസ്ലി xi പ്ലസ് yj പ്ലസ് zk. ലാംഡ ഇസ് എ സ്കെയിലർ ആൻഡ് b ഇസ് സ്മോൾ ബിയും സ്മോൾ എയും. a നമുക്ക് രണ്ട് ഫിക്സഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്, x1 y1 z1, അതുപോലെ x2 y2 z2, രണ്ട് ഫിക്സഡ് പോയിന്റ് ആണ്. അപ്പൊ എങ്ങനെയാണെങ്കിൽ a എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. a is equal to x1i plus y1j plus z1k and b is equal to small b is equal to രണ്ടാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ x2i plus y2j plus z2k. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പറയുന്നത് x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1 is equal to z minus z1 by z2 minus z1 ആയിരിക്കും. ഇതാണ് സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ആണ്. രണ്ട് ഫിക്സഡ് പോയിന്റ്സ് തന്നിരുന്നാൽ ഇക്വേഷൻ എങ്ങനെയാണ്? x1 y1 z1 x2 y2 z2 ആണ് രണ്ട് പോയിന്റ്സ്. ഓക്കെ.
അടുത്ത സെക്ഷൻ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. രണ്ട് ലൈനിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. രണ്ട് ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ രണ്ട് രീതിയിൽ പഠിച്ചു. രണ്ട് തരം ഡേറ്റാസ് തന്നിരുന്നാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ തന്നെ ഓരോന്നിന്റെയും രണ്ട് ഫോം, വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും. അങ്ങനെ 4 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും ഫോമേ ഉള്ളൂ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ, നമ്മൾ ഒരു ഫിക്സഡ് പോയിന്റ് കൂടിയും ഒരു പാരലൽ വെക്ടറും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? R is equal to a plus lambda b എന്ന് പഠിച്ചു അല്ലെ. R is equal to a plus lambda b. അങ്ങനെ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ തരികയാണ്. R is equal to a plus lambda b, അത് a1 plus lambda b1. അതുപോലെ R is equal to a2 plus lambda b2. ആറിന് മാറ്റൊന്നുമില്ല. R is a പൊസിഷൻ വെക്ടർ, ആർബിട്രറി പോയിന്റ് ആണ്. വേറൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ് a2 plus lambda b2. അപ്പൊ a1 plus lambda b1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈനിന്റെ എന്താണ് a1 എന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഫസ്റ്റ് ലൈനിന്റെ എന്താണ് b1 എന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് a1 എന്ന് പറയുന്നത്? ഒരു ഫിക്സഡ് പോയിന്റ് അതിനകത്തുണ്ടാകും അല്ലെ. ഫസ്റ്റ് ലൈനിലെ ഒരു ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് a1. അതുപോലെ b1 എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ലൈനിന് പാരലലായി വരുന്ന അനദർ വെക്ടർ ആണ് b1. അതുപോലെ ഒരു സെക്കൻഡ് ലൈനും ഉണ്ട്. ആ സെക്കൻഡ് ലൈനിന്റെ ഈ കാര്യങ്ങളൊക്കെയാണ്. a2 is the position vector of the fixed point in the second line and b2 is the പാരലൽ വെക്ടർ ടു ദ സെക്കൻഡ് ലൈൻ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നിരുന്നാൽ ഈ രണ്ട് ലൈനിന്റെയും ഇടയിലുള്ള ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. അപ്പൊ നമുക്കിത് ഒരു വരച്ച് നോക്കാം, രണ്ട് ലൈനായിട്ട് വരച്ച് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് ലൈൻ ഇത് L1, അതുപോലെ സെക്കൻഡ് ലൈൻ ഇന്റർസെക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് വരയ്ക്കാം. നല്ല ഇടയിലുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. L2. അപ്പൊ ഇതിൻ്റെ ഉള്ള ആംഗിൾ തീറ്റ. ഈ തീറ്റ എന്താണ് എന്നാണ് ചോദ്യം. അപ്പം L1നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എഴുതാൻ പറ്റും a1 പ്ലസ് ലാംഡ b1 അല്ലെ. R is equal to a1 plus lambda b1. L2ന്റെ ഇക്വേഷൻ R is equal to a2 plus lambda b2. പിന്നെ ഞാൻ a1 അറിയാം, ഇതിനകത്തൊരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, അത് നമുക്ക് മാർക്ക് ചെയ്യുന്നില്ല, നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി b1നെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. b1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിന്റെ L1ന് പാരലൽ ആയി വരുന്ന ഒരു വെക്ടർ. ഇതാണ് b1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എവിടെയാണ് എന്ത് കിടക്കുന്നു എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അതിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. കൂടാതെ ഇക്വേഷൻസ് കാണാതെ പഠിക്കുകയും വേണം. അപ്പം b1 എന്ന് പറയുന്നത് ഈ L1 എന്ന ലൈനിന്റെ പാരലൽ വെക്ടർ ആണ്, പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ ആണ് b1. അതുപോലെ b2 എന്ന് പറയുന്നതോ ഈ L2ന് പാരലൽ ആയി വരുന്ന വെക്ടർ. L2ന് പാരലലായി വരുന്ന വെക്ടർ. L2ന് പാരലലായി നമ്മളൊരു b2 വരച്ചു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്, തീറ്റ ആണ് അല്ലെ. അപ്പൊ ഈ b1ഉം b2ഉം രണ്ട് വെക്ടേഴ്സ്, ഇതിനിടയിൽ ഇത് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെ. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതിനിടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിനിടയിലും ഒരു ആംഗിൾ ഉണ്ട്. അത് ഏത് ആംഗിൾ ആണ്? അതും തീറ്റ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു പാരലൽ ലൈൻസിന് രണ്ട് പാരലൽ ലൈൻസ്, ആ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള വെക്ടർ തന്നെ ഫോം ചെയ്യും. അതിന് തന്നെ ഓരോ സൈഡിനും പാരലലായി മറ്റൊരു വെക്ടർ വരച്ചാൽ, നമ്മൾ ഇത് പ്രോപ്പർട്ടിയൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ട് പാരലൽ ലൈൻസിന് ഒരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തീറ്റ തന്നെയാണ് ഇവിടെയും വരുന്നത്. രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വെക്ടർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം കോസ് തീറ്റ എന്ത് എഴുതാം? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട്, കോസ് തീറ്റയും സൈൻ തീറ്റയും പഠിച്ചിട്ടുണ്ട്. കോസ് തീറ്റ പറയാം b1 ഡോട്ട് b2 ബൈ മോഡുലസ് b1 മോഡുലസ് b2. അപ്പൊ ഇത് പോസിറ്റീവ് വാല്യൂ ആകാവൂ, 90ൽ കുറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു മോഡുലസ് കൊടുത്തത്. 90ൽ കൂടുതലുള്ള വാല്യൂ ഇവിടെ ഉണ്ട്. കാര്യം ഈ വാല്യൂ നമുക്ക് വേണ്ട, ആ നെഗറ്റീവ് സൈഡിലോട്ട് ഒന്നും പോകണ്ട, പോസിറ്റീവ് സൈഡിലേക്ക് പോകണം. അതിനുകൊണ്ടാണ് ഇവിടെയുള്ള ആംഗിൾ വേണ്ട, ഇവിടുത്തെ ഉള്ള ആംഗിൾ, അതായത് 90ൽ കുറഞ്ഞ വാല്യൂ മതി എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു മോഡുലസ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് വാല്യൂ വന്നാൽ കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ ഷുഡ് ബി ലെസ് ദാൻ 90 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു 90ൽ ലെസ് ദാൻ ഉള്ള ആംഗിൾ മാത്രം അതിന്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മോഡുലസ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചത്?
ഈ കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഈ ഒരു ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. cos theta is equal to modulus b1 b1 dot b2 divided by modulus b1 modulus b2, where r is equal to a1 plus lambda b1 and r is equal to a2 plus lambda b2 are equation of two lines. അപ്പോൾ രണ്ട് ഇക്വേഷൻ തന്നിട്ട്, രണ്ട് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് അതിനിടയിലുള്ള ആംഗിൾ കാണാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ പാരലൽ വെക്ടേഴ്സ് മാത്രം എടുത്താൽ മതി. പാരലൽ വെക്ടേഴ്സ് b1 ഉം b2 ഉം മാത്രം എടുത്താൽ മതിയാകും. റിമാർക്കാണ്. റിമാർക്ക് 1 ആയിട്ട് ഇതിന്റെ തന്നെ ഈ cos തീറ്റയുടെ തന്നെ കാർട്ടീഷ്യൻ ഫോം ആണ് എഴുതുന്നത്. അതായത് b1 എന്ന് പറയുന്നത്, b1 എന്ന വെക്ടർ സ്കെയിലാർ ഫോമിൽ, കമ്പോണന്റ് ഫോമിൽ എഴുതുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ, b is equal to ai plus bj plus ck എന്ന് നമ്മൾ എഴുതിയിരുന്നു. അതുപോലെ ഒരു 1 ഒക്കെ കൊടുത്തെഴുതാൻ, രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് a1i plus b1j plus b1j plus c1k and b2 രണ്ടാമത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ b2 എന്ന് പറയുന്നത് a2i plus b2j plus c2k. അങ്ങനെ നമ്മൾ കമ്പോണന്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ cos theta ഇപ്പൊ പറഞ്ഞു, cos theta is equal to b1 dot b2 അല്ലെ, അതിന്റെ ഡോട്ട് പ്രോഡക്റ്റും അതിന്റെ മോഡുലസും, ഓരോന്നിന്റെയും മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹോൾ മോഡുലസ് ആണ്. നമുക്ക് ഈ b1 b2 കമ്പോണന്റ് ഫോമിലോട്ട് എങ്ങനെ എഴുതാം? a1 a2 അല്ലെ, ഐയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ജെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ്, അതിന്റെ സമ്മാണ്. a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2, അതാണ് ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ താഴെ വരുന്ന മോഡുലസ് b1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ, അതായത് മോഡുലസ് b1 എന്ന് പറയുന്നത് b1 എന്നതിന്റെ ആ വെക്ടറിന്റെ മോഡുലസ് ഇൻറ്റു b2 എന്ന വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. അപ്പൊ ഇതാണ് കമ്പോണന്റ് ഫോമിലുള്ള ആംഗിളിന്റെ വാല്യൂ. അത് നമുക്ക് റിമാർക്ക് 1 ആയിട്ട് എഴുതാം. രണ്ടാമത്തെ റിമാർക്ക്, ഇഫ് ടു ലൈൻസ് r is equal to a1 plus lambda b1 and r is equal to a2 plus lambda b2 are perpendicular. രണ്ട് ലൈൻസ് ഇക്വലന്റ് ഇക്വേഷൻ ഇതാന്ന് പറഞ്ഞു. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ cos theta എന്താവും? cos 90 ആകും. cos 90 is 0. ഒരു ഫ്രാക്ഷൻ ഫോം 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്റർ ആയിരിക്കും 0 എന്ന് പറയുന്നത് അല്ലെ. b1 dot b2 equal to 0. അതായത് a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 എന്ന് പറയുന്നത് 0 ആയി മാറും. ഇതെന്ന് പറയുന്നത് എന്താണ്? b1 ഡോട്ട് b2. ആ വെക്ടറിന്റെ എല്ലാം വെക്ടർ ആൾജിബ്രായിട്ട് കണക്ട് ചെയ്താണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇത് രണ്ട് ലൈൻസ് ആണെങ്കിൽ പോലും രണ്ട് ലൈൻസിന്റെ ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഉണ്ട്, പാരലൽ വെക്ടർ ഉണ്ട്. അപ്പൊ പാരലൽ വെക്ടറിന്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. ഈ ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഇഫ് ടു ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ പാരലൽ വെക്ടേഴ്സ് ആയിട്ട് തന്നിരിക്കുന്ന b1 b2 കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. റിമാർക്ക് 2 തന്നെ നമുക്കതിന്റെ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഇഫ് ടു ലൈൻസ് ആർ എന്ന് പറഞ്ഞ് എ പാർട്ടായിട്ട് എഴുതാം. ഇത് ബി പാർട്ടായിട്ട് പാരലൽ ആണെങ്കിൽ നേരത്തെ നമ്മൾ വെക്ടറിൽ എന്താ പഠിച്ചത്? രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് അല്ലെങ്കിൽ സ്കെയിലാർ കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെയും അത് തന്നെയാണ്. ആ രണ്ട് വെക്ടേഴ്സ് എടുക്കേണ്ടത് b1 ഉം b2 ആയിരിക്കണമെന്ന് മാത്രം. അതായത് a1 by a2 is equal to പ്രൊപ്പോർഷണൽ ആവുന്നത് ഇങ്ങനെയാണ്. b1 by b2 is equal to c1 by c2, where a1 b1 c1 are the direction ratios or scalar components of the vector b1 and a2 b2 c2 are the direction ratios or scalar components of the vector b2. Remark 3, if L1 m1 n1 are the direction cosines of the first line and L2 m2 n2 are the direction cosines of the second line, and then these lines are perpendicular if L1 L2 plus m1 m2 plus n1 n2 equal to 0, parallel if L1 by L2 is equal to m1 by m2 equal to n1 by n2. ഡയറക്ഷൻ റേഷ്യോസിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഡയറക്ഷൻ കോസൈൻസും കാണിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ റിമാർക്ക് പറയുന്നത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ പാരലൽ ആണെങ്കിൽ ഈ ഡയറക്ഷൻ കോസൈൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സെക്ഷൻ സ്ക്യൂ ലൈൻസ്. സ്ക്യൂ ലൈൻസിനകത്ത് നമ്മൾ എന്താണ് ഈ സ്ക്യൂ ലൈൻസ്?
അത് എന്നുള്ളതാണ് നോക്കുന്നത്. എന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് എന്നും കൂടി പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ അവിടെയും പഠിക്കാൻ. അപ്പോൾ നമുക്ക് സ്ക്യൂ ലൈൻസ് എന്താണെന്ന് നോക്കാം. 2D പ്ലേസ് ഡയമെൻഷൻ, അത് 2 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? 2 ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞു. ഒന്നാമത്തെ പോസിബിലിറ്റി ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, 2 സൈഡും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. 2 ലൈനും കൂടി നമുക്ക് ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കാം. ഒരു 2 ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ അതിനെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കാം ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ അതിനെ ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും അല്ലെ, 2 ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കാം. മൂന്നാമത്തത് കേസ് എന്ന് പറയുന്നത് 2 പാരലൽ ലൈൻസ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ 3 കേസിലെ നമുക്ക് 2 ഡയമെൻഷണൽ സ്പേസിൽ വരയ്ക്കാം. ഈ 3 കേസിലും നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒബ്വിയസ്ലി 0 ആയിരിക്കും അല്ലെ. 2 ലൈൻസും അടുത്തടുത്ത് നിൽക്കുകയാണ്, ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ 2 ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 2 പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോഴും എന്താണ് ഇവിടെ ഒട്ടും സ്പേസ് ഇല്ല. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ അതും 0 ആണ്. അത് 2 തമ്മിലുള്ള ഓവർലാപ്പ് ചെയ്തതുകൊണ്ട്. അപ്പൊ ഇത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതൊരു നോൺ സീറോ വാല്യൂ ആണ്. നോൺ സീറോ വാല്യൂ. ഇനി 3 ഡയമെൻഷണൽ സ്പേസിൽ പറഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്പേസിലും ഈ 1, 2, 3 കണ്ടീഷൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഓവർലാപ്പിംഗ്, അതുപോലെ ഇന്റർസെക്റ്റിംഗ്, മൂന്നാമത്തത് പാരലൽ. അവിടെ 4മതൊരു കേസും കൂടി നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് ഓവർലാപ്പിംഗ് അല്ല, ഇന്റർസെക്റ്റിംഗ് അല്ല, പാരലൽ അല്ല. അപ്പോൾ ഓവർലാപ്പ് ചെയ്യാത്തതോ അല്ല, ഇന്റർസെക്റ്റിംഗ് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നില്ല, പക്ഷേ പാരലലും അല്ല. എങ്ങനെ ഇത് 3 ഡയമെൻഷണൽ സ്പേസിൽ വരയ്ക്കാം? അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന 2 ലൈൻസിനെയാണ് നമ്മൾ സ്ക്യൂ ലൈൻസ് എന്ന് വിളിക്കുന്നത്. സ്ക്യൂ ലൈൻസിന്റെ വിഷ്വലൈസേഷൻ കാണാം. ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുക. ക്യൂബ് 3 ഡയമെൻഷണൽ സ്പേസിലെ, അതുപോലെ ഇതിന്റെ 3 ആക്സസുകളുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. അതിനകത്ത് ഒരു ഫേസ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഡയഗണൽ മാർക്ക് ചെയ്തു. അതുപോലെ വേറൊരു ഫേസ് എടുക്കുന്നു. ക്യൂബിന്റെ ഒരു ഫേസിൽ ഒരു ഡയഗണൽ മാർക്ക് ചെയ്തു. അതുപോലെ വേറൊരു ഫേസ് എടുത്തിട്ട് അവിടെയും നമ്മൾ ഡയഗണൽ മാർക്ക് ചെയ്തു. അപ്പൊ ഡയഗണൽ ഇരിക്കുന്ന പ്ലേസ് ഒക്കെ ഒന്ന് നോക്കിക്കോളാം. അപ്പൊ ഈ 2 ലൈൻസും ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത് പാരലലും അല്ല അല്ലെ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ ഇത് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള ലൈൻസിനെയാണ് വിളിക്കുന്നത് സ്ക്യൂ ലൈൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര പോയാലും അത് ഇന്റർസെക്ട് ചെയ്യില്ല എന്നറിയാം അല്ലെ. അപ്പൊ ഇതിനെ വീണ്ടും ഒന്ന് ഷോർട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഷോർട്ട് ചെയ്യുന്നു. ഇതൊരു നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ ബട്ട് നെവർ പാരലൽ ഈച്ച് അതർ. ഇത്തരം ലൈൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ക്യൂ ലൈൻസ് എന്ന് വിളിക്കുന്നത്. സ്ക്യൂ ലൈൻസിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ പറയാം: there are lines which are neither parallel nor intersecting. Such a pair of lines are called skew lines and they are non-coplanar lines. എന്നാൽ നോൺ കോപ്ലാനാർ ഒരേ പ്ലെയിനിൽ അല്ലാതെ കിടക്കുകയായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു ഒരേ പ്ലെയിനിൽ വരുന്നതല്ല എങ്കിലേ നമുക്ക് സ്ക്യൂ ലൈൻസ് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പാരലൽ ആകാത്തതും ഇന്റർസെക്റ്റിംഗ് ചെയ്യാത്തതുമായ ലൈൻസ് ഇൻ സ്പേസ് is known as skew lines. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. 2 ലൈൻസ് തന്നു. 2 ലൈൻ സ്ക്യൂ ലൈൻസിന്റെ ഇക്വേഷൻ R is equal to എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അല്ലെ. R is equal to 2 ലൈൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് A1ഉം A2 ഒക്കെ വെച്ച് എഴുതാം. A1 plus lambda B1 and രണ്ടാമത്തെ സ്ക്യൂ ലൈൻ R is equal to, രണ്ടും R തന്നെയാണ്, R equal to A2 plus mu B2. മ്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിലാർ, ലാംഡ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ 2 ലൈൻ ഇക്വേഷൻ എടുത്തു. ഇതിന്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് സ്ക്യൂ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടാകാം. ചെറിയ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ B1 ക്രോസ് B2. അപ്പൊ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പം ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്കൊരു ഹോൾ മോഡുലസും കൂടി കൊടുക്കാം. അപ്പം ഈ ഇക്വേഷനിൽ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും ഒക്കെ കണ്ടുപിടിച്ചിട്ട് വാല്യൂ എടുക്കാം.
എക്സസൈസ് 11.2 തേർഡ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 1, 2, 3 ആൻഡ് ഇസ് പാരലൽ ടു ദ വെക്ടർ 3i plus 2j minus 2k. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ് ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്യുന്നത്. അതായത് ഒരു പോയിന്റിൽ കൂടി, ഒരു ഫിക്സഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു, അതുപോലെ പാരലൽ വെക്ടറും തന്നിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ എഴുതാം, വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും, രണ്ട് ഫോമും എഴുതാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് r is equal to a plus lambda b എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. a plus lambda b. ഇനി ഓരോന്നായിട്ടൊന്ന് എഴുതി നോക്കാം. a നമുക്കറിയാം, a എന്താണെന്ന് അറിയാം. a is the position vector of the fixed point. ഇവിടെ ഫിക്സഡ് പോയിന്റ് 1, 2, 3 ആണ്. അപ്പോൾ പൊസിഷൻ വെക്ടർ നമുക്ക് എഴുതാം i plus 2j plus 3k. അതുപോലെ b എന്ന് പറയുന്ന വെക്ടർ പാരലൽ വെക്ടർ ആണ്, ഡയറക്റ്റ് തന്നിട്ടുണ്ട് 3i plus 2j minus 2k. ഇനി വെക്ടർ ഫോം എഴുതുമ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. r വെക്ടർ is equal to i plus 2j plus 3k plus lambda into b, 3i plus 2j minus 2k. ഇത്ര എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി, ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആയി. അപ്പം എന്താണ് അവിടെ എഴുതേണ്ടത്? ഇനി എവിടെ സ്ഥലത്ത്, എയുടെ സ്ഥലത്ത് ബി എഴുതി വെക്കരുത്, ബിയുടെ സ്ഥലത്ത് എ എഴുതി വെക്കരുത്. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇത് വെക്ടർ ഫോം ആണ്. ഇനി കാർട്ടീഷ്യൻ ഫോമും കൂടി എഴുതാം. അപ്പൊ ആദ്യം കാർട്ടീഷ്യൻ ഫോം ഈസ്, ഇത് വെക്ടർ ഫോം ഈസ്, അങ്ങനെയാണ് എഴുതി വെക്കണം. വെക്ടർ ഫോം ഈസ് ദിസ് വൺ. ആൻഡ് അടുത്തത് കാർട്ടീഷ്യൻ ഫോം ഈസ്. കാർട്ടീഷ്യൻ ഫോം എന്താണ് പഠിച്ചത്? എക്സ് മൈനസ് x1 by a is equal to y minus y1 by b is equal to z minus z1 by c, where x1, y1, z1 is the fixed point. അപ്പോൾ നമുക്ക് x minus 1 അല്ലേ, 1, 2, 3 അല്ലേ ഫിക്സഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് എ ബി സി ആയിട്ട് പറയുന്നത്. പാരലൽ വെക്ടർ തന്നിരിക്കുന്നതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് 3, 2, -2. അപ്പൊ x minus 1 by എയുടെ സ്ഥലത്ത് എന്താ വരുന്നത്? ഈ 3 ആണ് വരുന്നത്. അപ്പം 3 ഓക്കെ is equal to y minus y1, y1 എന്ന് പറഞ്ഞാൽ 2 by b എന്ന് പറഞ്ഞാലും 2 ആണ്, ഈ 2. അപ്പൊ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ചെയ്യാം. z minus z1, z1 ഫിക്സഡ് പോയിന്റിലെ z കോർഡിനേറ്റ് 3 by c, ആ വെക്ടർ പാരലൽ വെക്ടറിലെ z കോർഡിനേറ്റ് -2. ഇത് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഇതാണ് കാർട്ടീഷ്യൻ ഫോം ഓഫ് ദ റിക്വയർഡ് ലൈൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, find the equation of the line in vector and in Cartesian form that passes through the point with position vector 2i minus j plus 4k and is in the direction i plus 2j minus k. അപ്പോൾ ആ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, അതുപോലെ ആൻഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ, ഈസ് ഇൻ ദ ഡയറക്ഷൻ വെച്ചാൽ പാരലൽ വെക്ടറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ക്വസ്റ്റ്യനിൽ വായിച്ചുകൊണ്ട് ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് എ എന്ന വെക്ടർ ആണ് ഈ തന്നിരിക്കുന്ന 2i minus j plus 4k എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് ആൻഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ, ലൈനിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ, ദിസ് പാരലൽ വെക്ടർ b is equal to i plus 2j minus k ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് വൺ വെക്ടർ ഫോമിൽ എഴുതണം. വെക്ടർ ഫോമിൽ ഇക്വേഷൻ r is equal to a plus lambda b, വെക്ടർ ഫോം ഹെഡിങ് പോലെ കൊടുത്തിട്ട് എഴുതാം. വെക്ടർ ഫോം ഈസ് എന്നോ വെക്ടർ ഫോം ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടോ r വെക്ടർ r is equal to a plus lambda b എന്ന് എഴുതാം. ഈ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. a എന്ന് പറഞ്ഞാൽ 2i minus j plus 4k plus lambda into i plus 2j minus k. ഇത് ഇത്രയേ ഉള്ളൂ വെക്ടർ ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്ത് കാർട്ടീഷ്യൻ ഫോം ആണ്. കാർട്ടീഷ്യൻ ഫോമിന്റെ ജനറൽ ഫോം നമുക്ക് എഴുതി നോക്കാം. കാർട്ടീഷ്യൻ ഫോം is x minus x1 by a is equal to y minus y1 by b equal to z minus z1 by c. ഇവിടെ x1 y1 z1 എന്താണ്? ആ പാസ് ചെയ്യുന്ന പോയിന്റ് അല്ലെ, ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്, ലൈനിലെ ഒരു ഫിക്സഡ് പോയിന്റ്. ആ ഫിക്സഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഈ തന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് പോയിന്റ് എടുക്കാം 2, -1, 4. അതാണ് ആ ഫിക്സഡ് പോയിന്റിന്റെ വാല്യൂ. അപ്പൊ x1ന്റെ വാല്യൂ 2, y-ന്റെ വാല്യൂ y1ന്റേത് -1, z1 equal to 4. ഇനി എ ബി സി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സി ആർ ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ പാരലൽ വെക്ടർ.
അപ്പോൾ എ ബി സി, എ ഇസ് ഈക്വൽ ടു പാരലൽ വെക്ടർ ഇതാ കിടക്കുന്നു പി, അതിനകത്ത് നമുക്ക് എ എഴുതാം, ഐയുടെ കോഎഫിഷ്യൻസ് ദാറ്റ് ഇസ് 1. ബി ഈക്വൽ ടു ഇതെല്ലാം സ്കെയിലേഴ്സ് ആണ്, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു -1. അപ്പോൾ എയും ബിയും സിയും വാല്യൂ കിട്ടി. വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എക്സ് മൈനസ് 2/1 is equal to y minus -1 is y plus 1 by b equal to 2 is equal to z minus z1. Z1 is 4 by -1. This is the equation in Cartesian form of the required line. Sixth question. Find the Cartesian equation of the line passing through the point -2, 4, -5 and parallel to the line given by ഒരു ലൈൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്ക് ഇവിടെ ലൈൻ്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാർട്ടീഷ്യൻ ഇക്വേഷൻ, കാർട്ടീഷ്യൻ ഫോം അത് എഴുതി വയ്ക്കാം. എക്സ് മൈനസ് x1 by a is equal to y minus y1 by b equal to z minus z1 by c. അപ്പം ഇതാണ് കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. x1 y1 z1 എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ്, ഒരു ആ ലൈനിലെ ഒരു ഫിക്സഡ് പോയിന്റ് അതിവിടെ തന്നിട്ടുണ്ട് അല്ലെ. x1 y1 z1 എന്ന് പറയാൻ ലൈനിലെ ഫിക്സഡ് പോയിന്റ് അതിവിടെ തന്നിരിക്കുന്ന -2, 4, -5 എന്നുള്ള കോർഡിനേറ്റ് ആണ്. അതിന് വാല്യൂ ഉണ്ട്. ഇനി ഈ എ ബി സിയും കൂടെ കിട്ടിയാൽ നമ്മുടെ ഇക്വേഷനായി. ഈ എ ബി സി എന്ന് പറയുന്നത് ഏതൊരു ലൈനിന്റെ ഇക്വേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ലൈനിന് പാരലലായി വരുന്ന ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. പക്ഷെ വെക്ടർ അല്ല തന്നിരിക്കുന്നത്, പാരലൽ ആയുള്ള മറ്റൊരു ലൈനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഒരു ലൈനിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തെ ഒരു പോയിന്റ് ആണ്, ഫിക്സഡ് പോയിന്റ് ആണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്നത് നമ്മൾ പോയിന്റ് ആക്കിയാൽ -3, 4, -8 അല്ലെ. x+3 ആയതുകൊണ്ടാണ് -3 എടുത്തത്. z+8 ആയതുകൊണ്ട് -8 എടുത്തത്. x - x1 എന്നുള്ള ഫോമിലാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ഈ ലൈനിന്റെ, ഈ ഇക്വേഷൻ ഓഫ് ലൈനിന്റെ ഇക്വേഷൻ പാസ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ കൂടി. ഈ താഴെ കിടക്കുന്ന 3, 5, 6 എന്താണ്? 3, 5, 6 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ പാരലൽ ആയി വരുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് വരച്ച് കാണിക്കാം. നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ലൈനിന്റെ ഇക്വേഷനകത്ത് നമുക്ക് മറ്റൊരു ലൈൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നു, ഈ എല്ലിന്റെ ലൈനാണ്, എൽ എന്ന ലൈനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. എൽ എന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മതി. ഏതൊക്കെയാണത്? ഒരു ഫിക്സഡ് പോയിന്റും ഒരു പാരലൽ വെക്ടറും. ഓക്കെ. അപ്പൊ പാരലൽ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് ഈ രണ്ട് ഫോമിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് വെക്ടർ ബി ആണ്, a+λb എന്നുള്ള ഇക്വേഷൻ ആണ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട്. പകരം പാരലലായി തരുന്ന ഒരു വെക്ടർ അല്ല തന്നിരിക്കുന്നത്, പകരം മറ്റൊരു ലൈൻ, വേറൊരു ലൈനാണ് തന്നിരിക്കുന്നത്. അതിന് ഈ എല്ലിന് പാരലലായി വരുന്ന മറ്റൊരു ലൈനാണ് തന്നത്. അതായത് ഇത് L1 ആണെങ്കിൽ ഇത് L2. പക്ഷെ L2ന്റെ ഇക്വേഷനിൽ തന്നിരിക്കുന്നത് x+3/3. അപ്പൊ അതിനകത്തൊരു പോയിന്റ് നമുക്ക് കിട്ടിയ പോയിന്റിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ L2നും പാരലൽ അല്ലേ ബി? നമുക്ക് ഈ ബി ആണ് വേണ്ടത്. ബി തന്നില്ല, പകരം L2 തന്നു. പക്ഷെ L2ന് പാരലൽ ആണ് ബി. അപ്പൊ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് 3, 5, 6 എന്നായിട്ട് എടുക്കാം. അപ്പൊ L1ന് പാരലലായി വരുന്ന വെക്ടർ ബി യുടെ ഡയറക്ഷൻ റേഷ്യോസ് ആയ എ ബി സിയുടെ വാല്യൂ എന്തെന്നെടുക്കാം? 3, 5, 6 എന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതൊക്കെ റഫായിട്ടൊന്ന് സൈഡിൽ വരച്ച് മാറ്റിയാൽ മതി. x1, y1, z1 വാല്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അതിന്റെ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതായത് കാർട്ടീഷ്യൻ ഈ ഫോമിനകത്തുള്ള വാല്യൂസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. x - -2 that is x+2 by a, യുടെ വാല്യൂ 3 is equal to y minus y1, y minus 4 by b 5 is equal to z minus z1 minus 5 plus 5 by 6. Next question. The Cartesian equation of a line is x minus 5/3, y plus 4/7, z minus 6/2. Write its vector form. Cartesian equation തന്നിട്ടുണ്ട്. വെക്ടർ ഫോം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് പകുതി പേർക്കും ചെയ്യാൻ അറിയാമായിരിക്കും. കാര്യം, ഒരു ഇക്വേഷൻ ഓഫ് ദ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന 5, 4, 6 എന്നൊക്കെയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് ഇതൊന്ന്
ഡേറ്റ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. കാര്യം 5 - 4 6 എന്നുള്ള ഒരു ഫിക്സഡ് പോയിന്റിൽ കൂടി അത് കടന്നു പോകുന്നു. അതുപോലെ 3 7 2 എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ പാരലൽ വെക്ടർ ആണ്. ഈ ഒരു ലൈനിന് പാരലൽ ആയി വരുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കമ്പോണൻസ് ആണ് 3 7 2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വെക്ടർ ഫോം എഴുതണമെങ്കിൽ വെക്ടർ ഫോം എങ്ങനെയാണ് പറയുന്നത്? R വെക്ടർ R is equal to A plus lambda b, where A is the position vector of the fixed point. But the fixed point which the fixed point in the line, okay, the fixed point, a point in the above line, the given line is a point എന്താണ് 5 - 4 6. അതാണ് ആ പോയിന്റ്. അപ്പൊ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ദ ഫിക്സഡ് പോയിന്റ് എഴുതാം. A is equal to 5i - 4j plus 6k. പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എഴുതാം. അതുപോലെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ പാരലൽ വെക്ടർ ടു ദി എബോവ് ലൈൻ. ഈ ലൈനിന്റെ പാരലൽ വെക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ല, അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിരിക്കുന്നു ഈ താഴെയുള്ള ABC 3 7 2 is 3 7 2. അപ്പൊ നമുക്ക് അതിന്റെ വെക്ടർ B എഴുതാൻ പറ്റും. 3i plus 7j plus 2k. അപ്പൊ എന്താണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പൊ R വെക്ടർ is equal to 5i minus 4j plus 6k plus lambda into 3i plus 7j plus 2k. അപ്പൊ അങ്ങനെ നമുക്കത് വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, അതായത് ഡേറ്റയിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി.